ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ സിയെ ലീ കുഴിക്കായിട്ട് തള്ളിയിട്ട് കാണും. അങ്ങനെ അവളെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്നൊരു കൈ വരും. അത് വേറെ ആരുമല്ല, നമ്മുടെ ഷെന്നാണ്. അപ്പൊ നമ്മുടെ ഗു എവിടെ നോക്കുമ്പോഴാണ് അവന് സി അന്വേഷിച്ച് ആ ഫോറസ്റ്റ് മൊത്തം ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്. അപ്പോഴാണ് സൈഡിൽ നമ്മുടെ സി എന്ന് പറഞ്ഞ അടുത്തേക്ക് ഇല്ലുമ്പം അത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അങ്ങനെ അവളെ ഫോളോ ചെയ്യുന്ന ജപ്പാൻകാരൻ എന്ന് പറഞ്ഞ് നമ്മുടെ സൂപ്പർ സ്റ്റാർ തലയിൽ നോക്കി ഒറ്റ അടിച്ചും കൊടുക്കും. അതോടെ നമ്മുടെ ഗുവും ഫ്ലാറ്റ് ആയി പോകും. അതിനുശേഷം സിയെ കുഴിക്കകത്ത് രക്ഷപ്പെടുത്തിയിട്ട് അവളുടെ കാലിന് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അവളും ഒക്കെ എടുത്തോണ്ട് തിരിച്ച് ക്യാമ്പിലേക്ക് അങ്ങ് പോകും. അതേപോലെ തന്നെ നമ്മുടെ ഗുവിനെ കണ്ട സൂപ്പർ സ്റ്റാറും ഒറ്റ അടിക്ക് തന്നെ ഫ്ലാറ്റായി വീണ് ശല്യം, ഇനി ഇവനെ പൊക്കിക്കൊണ്ട് ഞാൻ പോണല്ല എന്നിനെ ഗൂവിനെ പൊക്കിക്കൊണ്ട് സൂപ്പർ സ്റ്റാർ അവിടെ നിന്ന് പോകും. അങ്ങനെ സിയും ഷെന്നും കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ ഷൂട്ടിംഗ് സൗണ്ട് കേൾക്കുന്നത്. ഇത് കേട്ട് ഷെന്നും നമ്മുടെ സി അവിടെ സേഫ് ആക്കിയിട്ട് അവനവിടെ പോയി ജപ്പാൻകാരെല്ലാം ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കും. അതേസമയം ഈ കാര്യം അറിഞ്ഞിട്ട് നമ്മുടെ ഷെന്നിന്റെ ചേട്ടനും ഡയറക്റ്റ് ആ ജപ്പാനിലെ ഡോണത്തിനെ കാണാൻ പോകും. എന്നിട്ട് അവിടെ ഇന്നെല്ലാം ഷൂട്ട് ചെയ്തിട്ട് അവനും പറയും, മര്യാദയ്ക്ക് നിന്റെ ആൾക്കാരെല്ലാം തിരിച്ചു വരാൻ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഫാമിലി ഞാൻ കൊല്ലും. എന്നിട്ട് അവനും ആ ജപ്പാൻകാരനെ ട്രാപ്പ് ചെയ്ത് അവസാനം നമ്മൾ സൂപ്പർ സ്റ്റാറിനെ കൊല്ലാൻ വന്ന വരെ അവൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കണ്ട് ആ ജപ്പാൻകാരനും പേടിച്ച് അവന്റെ ആൾക്കാരെല്ലാം തിരിച്ചു വരാൻ പറയും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ സൂപ്പർ സ്റ്റാറും ഗൂവിനെ വിളിച്ചുകൊണ്ട് അവളുടെ ആന്റിയുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അവനും കണ്ണൂർ നോക്കുമ്പോഴാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറും കിച്ചൻ ഓരോന്ന് ചെയ്തു കൂട്ടി അത് മൊത്തം ഫയർ ആവും. എന്നിട്ട് അവൻ ആ വീഡിയോ കണ്ടിട്ട് ഇത് ആരുടെ വീടാൻ ചോദിക്കും. അപ്പോഴാണ് സൂപ്പർ സ്റ്റാറും, ഓ ഇതെന്റെ ആന്റിയുടെ, ഞാനിവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നോണ്ടിരുന്നപ്പോഴാണ് ആ ജപ്പാൻകാരൻ എന്നെ ഷൂട്ട് ചെയ്ത്, അവന്മാരെ കൊണ്ട് ശല്യമായി. എന്നിട്ട് അവളും പറയുമ്പം ഇത് കേട്ട് നമ്മുടെ ഗുവും എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഉണക്ക ശബ്ദം വെച്ചോണ്ട് നീ പാട്ട് പാടല്ലെന്ന്. ഇപ്പൊ ജപ്പാനിൽ നിന്ന് തന്നെ നിന്നെ അടിക്കാൻ വേണ്ടി ആൾക്കാർ വന്ന് എന്നിട്ട് ഇവർ തമ്മിൽ തർക്കിച്ചോണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ സൂപ്പർ സ്റ്റാറും വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവളുടെ അച്ഛനെ താഴെ ഇരുന്നുകൊണ്ട് വഴക്ക് പറയുന്നത്, എടി നിനക്ക് വേണ്ടി ആ ഷെന്നിന്റെ ചേട്ടൻ എത്ര കഷ്ടപ്പെടുന്നു, എന്നിട്ട് നീ തിരിഞ്ഞോലി നോക്കുന്നില്ലല്ലോ അവനെ, നീയൊക്കെ എന്റെ മകള് തന്നെയാണോ, ഒരു ബുദ്ധി ഇല്ലല്ലോ എന്തിനു താഴെ നിന്ന് അച്ഛൻ വഴക്ക് പറഞ്ഞോണ്ടിരിക്കും. ഇത് കേട്ട് നമ്മുടെ സീയുടെ അനിയത്തെ അടുത്തേക്ക് വന്നിട്ട് പറയും, ചേച്ചി അച്ഛൻ പറയുന്നത് കറക്റ്റാ, ഷെന്നിന്റെ ചേട്ടൻ നിനക്ക് വേണ്ടി ആ ജപ്പാൻകാരെല്ലാം അടിച്ചിട്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രണയം നിങ്ങളൊന്ന് നോക്കിക്കോളാം. എന്നിന് അവളും വന്ന് പറയുമ്പം ഇത് കേട്ട് സൂപ്പർ സ്റ്റാർ ദേഷ്യപ്പെട്ടിട്ട്, ഓ നിനക്ക് അവൻ എത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എന്നാ കെട്ടിക്കുക, എനിക്കറിയാം എന്റെ അച്ഛൻ നല്ലവനൊന്നുമല്ല, അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ഷെന്നിന്റെ ചേട്ടനെ മാരേജ് ചെയ്ത അയാളുടെ ബിസിനസ് ഒക്കെ നല്ലോണം ഡെവലപ്പ് ചെയ്യാന്ന. എന്നിട്ട് അവളും ദേഷ്യത്ത് അവിടെ നിന്ന് ബാറിലേക്ക് ചെല്ലും. അപ്പോഴാണ് ജാനും വീട്ടിൽ പറഞ്ഞ അതേ കാര്യം പറയുന്നത്, എടി ആ ഷെന്നിന്റെ ചേട്ടൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും പേരെ കൊന്നില്ല, അതും ആ ജപ്പാൻകാരുടെ വീട്ടിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയി. ഏതിനെ വീണ്ടും ആക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഫുൾ ദേഷ്യപ്പെട്ടിട്ട്, ഓ ഒന്ന് അവനെ കുറിച്ച് നിർത്ത്, വീട്ടിൽ അവന്റെ ശല്യം ഇപ്പൊ നീ അവന്റെ ശല്യം, ഞാൻ ഫിറ്റ് ആകാൻ പോവാ. എന്നിട്ട് അവളും അവളുടെ ഡ്രിങ്ക്സ് എല്ലാം എടുത്ത് കുടിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് ജാനും പെട്ടെന്ന് അവളുടെ കയ്യിൽ വാട്ടർ എടുത്തിട്ട് സ്റ്റാഫിനോടൊക്കെ ഇനി സൂപ്പർ സ്റ്റാറിന് ഡ്രിങ്ക്സ് കൊടുക്കലെന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ ഇതൊന്നും കേൾക്കാതെ നമ്മുടെ സൂപ്പർ സ്റ്റാറും അവളെന്ന് വെള്ളം കളഞ്ഞിട്ട് വീട് ഡ്രിങ്ക്സ് ഉണ്ടോ എന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് ആ സമയം ഗുവോടെ വരുന്നത്. എന്നിട്ട് അവനൊരു ബോട്ടിൽ ഓർഡർ ചെയ്യുമ്പോൾ ഇത് കണ്ട് സൂപ്പർ സ്റ്റാർ അടുത്തേക്ക് വന്നിട്ട്, എക്സ്ക്യൂസ് മീ ഒരു ബോട്ടിൽ കിട്ടുമോ ഏതിന് അവളും ചോദിക്കും. അങ്ങനെ ഇത് കേട്ടതോടെ നമ്മുടെ ഗുവും അവളുടെ ഫേസ് കണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാതെ അവൾക്ക് കുറച്ച് ഷെയർ കൊടുക്കും. പക്ഷെ ഷെയർ എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ അത് ഫുൾ അടിച്ചും കുടിക്കും. ഇത് കണ്ട് ഇനി അവിടെ നിന്ന് അവന്റെ ഫുൾ ബോട്ടിലും തീരുന്ന് പറഞ്ഞ് നമ്മുടെ ഗു അവിടെ നിന്ന് ദൂരേക്ക് ചെന്നിരിക്കും. അപ്പോഴാണ് അതേ സമയം നമ്മൾ സൂപ്പർ സ്റ്റാറിനെ കണ്ടിട്ട് വേറൊരുത്തം വന്ന് അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് ഗുവിന് സഹിക്കാൻ പറ്റാതെ അവനോട് ചെന്ന് മറ്റവൻ അടിച്ചിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ സേഫ് ആക്കും. അപ്പോഴാണ് അവൾക്കും നമ്മുടെ ഗുവിനോട് ചെറിയ സ്നേഹം തോന്നുന്നത്. എന്നിട്ട് ഇനി പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി ഗുവിനെ അവളുടെ അടുത്ത് തന്നെ ഇരിക്കാൻ പറയും. അപ്പോഴാണ് കറക്റ്റ് അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ സിയും സോങ്ങും കൂടെ വരുന്നത്. എന്നിട്ട് ഇവരെ കണ്ട് ജാനും നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത് പോകുമ്പോഴാണ് അവൾ നമ്മുടെ സിയുടെ ഫേസ് കണ്ടിട്ട്, ജാൻ ഇവനെ പോലെ ഒരു പെണ്ണിനെ നീ അന്ന് വിളിച്ചോണ്ടെന്ന് കാണിച്ചില്ലേ, അപ്പൊ ഇവള് പെണ്ണാണോ ആണാണോ എന്നിട്ട് അവള് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുമ്പോഴാണ് ഇത് കേട്ട് സിയും ജാനും കൂടെ രക്ഷപ്പെടാൻ വേണ്ടി, ഓ അതൊന്നുമില്ല ഇവൾക്കൊരു അനിയത്തിയും കൂടെ ഉണ്ട്, നീ അവളായിരിക്കും എന്ന് കണ്ട, ഇത് അവളുടെ ചേട്ടൻ സി. എന്നിട്ട് അവരെന്തെങ്കിലും കൂടെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു കാരണം പറയും. പക്ഷെ ഈ സത്യമൊക്കെ നമ്മുടെ ഗുവിന് അറിയാം, കാരണം അന്ന് തന്നെ നമ്മുടെ ഗു സി ഒരു പെണ്ണാന്ന് കണ്ടുപിടിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ സിയുടെ അടുത്ത് അവനും ചോദിക്കും, അത് പിന്നെ നിന്റെ അനിയത്തി എവിടാ, എനിക്കൊന്ന് കാണിച്ചു തരാവോ എന്നിട്ട് അവൻ ചോദിക്കും. ഇത് കേട്ട് സിയും, അതെന്തിനും നീ അറിയണം, അവൾ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ പഠിക്കുക, നിന്നെ ഒന്നും ഞാൻ കാണിക്കത്തില്ല, അവൾ നശിച്ചു. എന്നിട്ട് അവളുമാര് ഓരോന്നും പറഞ്ഞ് ടെൻഷൻ ആകുമ്പോഴാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ ഗുവും ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനെ ശിവലം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഫിറ്റായി കിടക്കുന്നുണ്ട്. സിയും അവൾ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി ഗുവിനോട് പറയും. അപ്പൊ ഇത് കേട്ട് അവനും, ഞാനിതിനെ കൊണ്ടാക്കണം, വേണം സി ഞാൻ നിന്നെ കൊണ്ടാക്കാം. എന്നിട്ട് അവളെ കയറി പറയുമ്പോഴാണ് നമ്മുടെ സി മൈൻഡ് ചെയ്യാതെ, എടാ ഞാനൊരു ആണാ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം, നീ ആദ്യം അവളെ കൊണ്ടാക്ക് എന്നിനെ ഗുവിനെ സൂപ്പർ സ്റ്റാറിനെ കൊണ്ടാക്കാൻ പറയും. അതിനുശേഷം സിയും വലിയ ആണിന് പോലെ അവളിന്ന് ഒറ്റയ്ക്ക് കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഗുവ് മനസ്സ് വിചാരിക്കുന്നത്, ഇവള് മനസ്സിൽ ആരാന്ന് വിചാരം, എന്തായാലും അവളൊരു പെണ്ണല്ല, ഈ രാത്രി ഒറ്റയ്ക്ക് പോകാൻ സാധിക്കുമോ. എന്നിട്ട് അവന് സീനെ കുറിച്ച് മനസ്സ് വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ ഗൂഡ് അച്ഛൻ അവനെ ഫോളോ ചെയ്യാൻ വേണ്ടി ഒരാളിനെ പറഞ്ഞയച്ചേക്കും. അങ്ങനെ അവനും കാർ വരുന്നിട്ട് നമ്മുടെ ഗു അടുത്തേക്ക് ചെന്ന്, ഓക്കെ സാർ നിങ്ങൾ നല്ലോണം ഫോളോ ചെയ്ത്, ഞാൻ കണ്ടുപിടിച്ചില്ല കേട്ടോ, ഇനിയിപ്പൊ ഞാൻ കണ്ടുപിടിച്ച കാര്യം അച്ഛനോട് പറയണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഈ ശല്യത്തിന് എടുത്തോണ്ട് അവളുടെ വീട്ടിൽ കൊണ്ടാക്ക്, ഞാൻ പോവാ. എന്നിനെ സൂപ്പർ സ്റ്റാറിനെ ആ ഗുവിന്റെ ആളുടെ കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് സിയെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും എന്തായാലും ഒരു ആൺവേഷം ഇട്ടാലും അവിടെ ഫുൾ ഫിറ്റായി വരുന്ന ആണുങ്ങളെ കണ്ട് അവളും പേടിച്ച് ഇങ്ങനെ മാറി നടക്കും. അപ്പോഴാണ് അവളെ നോക്കി ഒരു കാർ വരുന്നിട്ട് നമ്മുടെ ഗു പെട്ടെന്ന് ചെന്ന് അവളെ രക്ഷിക്കും. എന്നിട്ട് അവന് റൊമാൻറ്റിക് സ്റ്റൈലി, സി എങ്ങനെ എന്റെ മാസ് എൻട്രി എന്നിട്ട് അവൻ ചോദിച്ചാൽ അവളും ദേഷ്യപ്പെട്ട്, എടാ കാർ വരുന്ന പറഞ്ഞ് ഞാൻ തന്നെ മാറുമായിരുന്നില്ല, വെറുതെ എന്തിനാ എന്നെ പിടിച്ച് ഇങ്ങനെ കറക്കിയ എന്നിട്ട് അവൾ ദേഷ്യപ്പെടും. ഇത് കേട്ടത് അവനും, ഓ ഈ പെണ്ണുങ്ങൾക്കൊന്നും നല്ല മനസ്സില്ല, കഷ്ടപ്പെട്ടു വരുന്ന രക്ഷിച്ചപ്പം നീ എന്നെ വഴക്ക് പറയുന്ന എന്നിട്ട് അവൻ പറയും. ഇത് കേട്ടതോടെ അവളും
എന്തുവാ പെണ്ണോ? എടാ മണ്ട, ഞാൻ ഒരു ആണാ. നീ ഒരു ആൺ തന്നെ. നിന്നെ ഗൂവും ചുമ്മാ ഇങ്ങനെ കളിയായിക്കൊണ്ട് അവൾക്ക് തണുക്കരിക്കാൻ വേണ്ടി അവന് ഷട്ടൊക്കെ ഊരി കൊടുത്ത് ഇവരെന്നെ തിരിച്ച് അക്കാഡമിയിലേക്ക് അങ്ങ് പോകും. അങ്ങനെ ഇപ്പൊ മിലിറ്ററി സ്കൂളിൽ വെച്ച് നമ്മുടെ കമാൻഡർ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു കോമ്പറ്റീഷൻ വെക്കും. അതായത് ബിൽഡിങ്ങിനകത്ത് ഓരോരുത്തർക്കും ഓരോ ബോക്സിനകത്ത് കോയിൻ വെച്ചേക്കും. അങ്ങനെ കറക്റ്റ് ആയിട്ട് ആരാണ് ആ കോയിനെല്ലാം എടുത്തോണ്ടിരുന്നത് അവരെല്ലാം ജയിക്കും. ഒരു പക്ഷേ കോയിൻ എടുത്തോണ്ട് വരാത്ത ആളെല്ലാം ഷർട്ടും പാൻറ് ഇല്ലാതെ ഗ്രൗണ്ട് ചുറ്റും ഓടണമെന്ന് പറയും. ഇത് കേട്ടതോടെ നമ്മുടെ സി മൊത്തത്തിൽ ഷോക്കാവും. അതിനേശം അവളും എങ്ങനെയൊക്കെ മാച്ച് ജയിക്കണം എന്ന് പറഞ്ഞ് അവളുടെ കോയിൻ എടുക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ ലീ വന്നപ്പോൾ തൊട്ട് സിയെ തന്നെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവർ കോയിൻ എടുക്കാൻ പോകുമ്പോൾ അവിടെയുള്ള സോൾജേഴ്സൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. ഇത് കണ്ട് സിയും അവരായിട്ട് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലീ സി അറിയാതെ അവളുടെ കോയിൻ എടുത്തോണ്ട് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആകും. അതിനുശേഷം സിയും ആ സോൾജേഴ്സിനെ കടിച്ചിട്ടിട്ട് അവളുടെ കോയിൻ വന്ന് നോക്കുമ്പോൾ അതിനകത്തോ കോയിൻ കാണത്തില്ല. ഇത് കണ്ടതോടെ അവൾ മൊത്തം നെർവസ് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ഗു ഇതെല്ലാം കണ്ടിട്ട് അവന് ഓടിച്ചെന്ന് ലീ അടിച്ചിടുന്നത്. അതിനുശേഷം അവനും ആ പോക്കറ്റിൽ നിന്ന് കോയിൻ എടുത്തിട്ട് നമ്മുടെ ഷീ അന്വേഷിച്ച് ഇങ്ങനെ പോകും. പക്ഷെ അതേസമയം നമ്മുടെ ഷെന്നും സിയുടെ അടുത്തേക്ക് വന്നിട്ട് സി ഇനി ഇവിടെ ഇരിക്കുന്ന ഡേഞ്ചറാ, കമാൻഡർ പറഞ്ഞ് ഇവിടെ നമ്മൾ അൺകോൺഷ്യസ് ആക്കാൻ വേണ്ടി കുറെ ഗ്യാസ് ഒക്കെ അടിച്ചിടുവന്ന്. എന്നിട്ട് അവളെയും വിളിച്ചോണ്ട് പുറത്തു പോകും. അപ്പൊ ഇത് കണ്ട് സിയും അവളുടെ കോയിൻ എടുത്തില്ലെന്ന് ഷെന്നിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ രണ്ടൊരു സൗണ്ട് കേട്ട് നമ്മുടെ ഗു മേളിൽ നോക്കുന്നത്. എന്നിട്ട് അവള് ഷെന്നും ക്ലോസ് ആയിരിക്കുന്നുണ്ട്. നമ്മുടെ ഗു ചെറുതായിട്ട് ദേഷ്യപ്പെടും. അതിനുശേഷം കമാൻഡറും അവർ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചിട്ട് കോയിൻ ഇല്ലാത്തവരെല്ലാം ഒരു സൈഡ് ഇങ്ങനെ മാറ്റി നിർത്തും. അങ്ങനെ അവസാനം നമ്മുടെ സിയുടെ കോയിൻ ചോദിക്കുമ്പോഴാണ് അവളും ടെൻഷന് കോയിൻ ഇല്ലെന്ന് പറയാൻ വരുമ്പോൾ ബാക്കിൽ കൂടെ ഒരു കൈ വന്നിട്ട് സി നിന്റെ കോയിൻ നീ മറന്നു വെച്ചിട്ട് പോയി ഇന്നാ എന്നിന് നമ്മുടെ ഗു അതെടുത്തും കൊടുക്കും. അങ്ങനെ അത് കാരണം നമ്മുടെ സിക്ക് പനിഷ്മെന്റ് കിട്ടത്തില്ല. അതിനുശേഷം നമ്മുടെ ഗുവും വലിയ സന്തോഷത്തി സി ഇനി പറ ഇനി എനിക്ക് താങ്ക്സ് എങ്ങനെ പറയാൻ പോന്നെ. ഏതിന് അവനും ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ സി ഗു ആയിരിക്കും മനപ്പൂർവ്വം അവളുടെ കോയിൻ തട്ടിപ്പറിച്ചെന്ന് അവൾ തെറ്റിദ്ധരിച്ചിട്ട് ദേഷ്യപ്പെടും. എടാ നിനക്കൊക്കെ ബുദ്ധിയില്ലേ, ഇതിലൊക്കെയാണ് നിന്റെ കുസൃതി കാണിക്കുന്നത്. എന്നിന് അവളും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഗു എന്തായാലും അവൾക്ക് സത്യം എന്നറിയാത്തോണ്ട് അവന് മൈൻഡ് ചെയ്തിരിക്കുമ്പോഴാണ് സി നമ്മുടെ ഷെന്നിനെ കണ്ട് താങ്ക്സ് പറയും. എടാ നീ മാത്രമേ രക്ഷിച്ചില്ലെങ്കിൽ എനിക്കിപ്പോ പനിഷ്മെന്റ് കിട്ടിയാനാ. എന്നിന് അവർ സംസാരിക്കുന്ന കണ്ടോടെ നമ്മുടെ ഗു മൊത്തത്തിൽ ജലസാവും. അതിനുശേഷം ഇപ്പൊ ജപ്പാൻകാരനെ കാണിക്കുവാണ്. അന്ന് വീട്ടിൽ വന്ന് അവന്റെ ആൾക്കാരെല്ലാം കൊന്നുകൊണ്ട് ആ ജപ്പാൻകാരൻ പുതിയൊരു പ്ലാൻ ചെയ്യും. അതായത് നാളെ നമ്മുടെ ഷെന്നിന് ചേട്ടൻ ഒരു പുതിയ കോട്ടൺ മിൽ ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്നവരെല്ലാരും കത്തിച്ച് കൊല്ലാൻ വേണ്ടി ഇയാളൊരു പദ്ധതി ചെയ്യും. അതേപോലെ തന്നെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ഷെന്നും അവന്റെ ചേട്ടനും കൂടെ അതിന്റെ ഇനാഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. പക്ഷെ അന്ന് രാത്രി അവിടെ വർക്കേഴ്സ് എല്ലാം ജോലി ചെയ്ത് അവരോട് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് കുറെ ജപ്പാൻകാർ വന്ന് ആരറിയാതെ ആ കോട്ടൺ മില്ല് കത്തിച്ചിട്ട് അങ്ങ് പോകും. അതേസമയം ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ സോങ് സിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇവർക്ക് ഇനി വരാൻ വന്ന വെക്കേഷനെ കുറിച്ച് പറയും. അപ്പൊ നമ്മുടെ സിയും പോകാൻ വേറെ വഴിയില്ലാത്തോണ്ട് സോങ്ങിന്റെ ചേച്ചിയുടെ വീട്ടിൽ പോകാൻ സമ്മതിക്കും. അപ്പോഴാണ് ഇത് കേട്ട് നമ്മുടെ ഗു അടുത്തേക്ക് വന്നിട്ട് എടാ സോങ് എനിക്ക് നിന്റെ ചേച്ചിയെ കാണണം. ഏതിന് അവനും നമ്മുടെ സി അവിടെ പോകുന്നതുകൊണ്ട് സോങ്ങിനോട് ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം ചോക്ലേറ്റ് ബോയ് ന്യൂസ് പേപ്പർ എടുത്ത് വന്നിട്ട് അവരെല്ലാവരും ദേഷ്യത്തിൽ ഇങ്ങനെ പറയും ഗായ്സ് ഇന്നലെ രാത്രി നടന്ന സംഭവം നിങ്ങൾ അറിഞ്ഞോ? ജപ്പാൻകാർ വന്ന് നമ്മുടെ ഷെന്നിന്റെ ചേട്ടന്റെ കോട്ടൺ മില്ല് കത്തിച്ച് അത് ഈ പാവപ്പെട്ട 8 പേര് മരിച്ച്. അത് ഒരു കൊച്ചു പെൺകുട്ടി. ഇവരെല്ലാം ഇപ്പൊ നമ്മുടെ മിലിറ്ററി സ്കൂളിൽ അടച്ചിട്ടേക്കുക. പോരാത്തിന് ആ ജപ്പാൻകാരെ പിടിച്ചു കൊടുത്തത് അവിടെയുള്ള കുറച്ച് സ്റ്റുഡൻസാ. പക്ഷെ നമ്മുടെ പോലീസ് ആ സ്റ്റുഡൻസിനെയും പിടിച്ച് ജയിലിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് വെറുതെ വിട്ടുള്ള ആ ജപ്പാൻകാരന്മാരെ നമ്മൾ ഇന്ന് കൊല്ലണം എന്നിന് അവന്മാരെല്ലാം ഡിസൈഡ് ചെയ്യും. അപ്പോഴാണ് ഇത് കേട്ട് ഗുവും സി അവന്മാര് പറയുന്നില്ല മണ്ടത്തരുക, നീ അവരുടെ കൂടെ ഒന്ന് കൂട്ടുചേർന്ന് ആ ജപ്പാൻകാരൊന്നും കൊല്ലാൻ പോവല്ലേ എന്നിന് അവന് നമ്മൾ സി അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഒരു കമാൻഡർ വന്നിട്ട് നമ്മുടെ ഗുവിനെ ആരാണ്ട് കാണാമെന്ന് പറയും. ഇത് കേട്ട് ഗുവും വീണ്ടും നമ്മളെ സിയെ വാൺ ചെയ്തിട്ട് അവനും താഴേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ഒരു പയ്യൻ അടുത്തേക്ക് വന്നിട്ട് ചേട്ടാ നമ്മുടെ അനിയത്തിക്ക് പ്രശ്നം വന്നു ഓടിവാ എന്നിങ്ങനെ ഗുവിനെ വിളിച്ചോണ്ട് പോകുമ്പോഴാണ് നമ്മുടെ ഗൂഡ് അനിയത്തി വേറെ കുറെ പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് ഗു അടുത്തേക്ക് വന്നിട്ട് ലേഡീസ് മതി നിങ്ങളുടെ അടി നിർത്ത് എന്നിന് അവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ ഇരുന്ന ഒരു പെണ്ണോടിയെന്ന് നമ്മുടെ ഗൂവിനെ ചവിട്ടി തറയിലാക്കും. അതിനുശേഷം അവൻ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് ആ പ്രശ്നമെല്ലാം സോൾവ് ആക്കി അവന്റെ അനിയത്തെ വിളിച്ചോണ്ട് പുറത്തു പോകും. അപ്പോഴാണ് അവനും എടി ഇത്രയും വർഷമായിട്ട് നീ ഈ ചേട്ടനെ കണ്ടൊന്നും പഠിക്കാത്തത്, എന്നെ പോലെ നല്ലവനാകാൻ നോക്ക് എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും നിന്നെ കണ്ട് പഠിച്ചോണ്ടാ ഞാനിപ്പോ ഇങ്ങനെ അടി ഉണ്ടാക്കുന്ന എന്നിന് അവള് നമ്മുടെ ഗൂവിനെ കളിയാക്കിയിട്ട് മറ്റേ പയ്യനായിട്ട് അവിടെ നിന്ന് സ്കൂളിൽ പോകും. അതേസമയം അന്ന് രാത്രി നമ്മുടെ മെയിൻ കമാൻഡർ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കും. കാരണം ചോക്ലേറ്റ് ബോയ് ആ ജപ്പാൻകാരെ കൊല്ലാൻ പോകുന്ന കാര്യത്തിൽ അറിഞ്ഞ് കമാൻഡർ അവരെല്ലാം പിടികൂടും. അങ്ങനെ അടുത്ത ദിവസം ഈ കാര്യത്തിൽ അറിഞ്ഞ നമ്മുടെ ഗുവും ഗൈസ് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞില്ലേ യുമാറുടെ പ്ലാനൊക്കെ ഫ്ലോപ്പ് ആയി പോത്തുള്ളെന്ന്. ഇപ്പൊ എന്തായി? ഇന്നലെ ഫുള്ളും പണിഷ്മെന്റ് കിട്ടി. എന്തായാലും എന്റെ വേറൊരു പ്ലാൻ ഉണ്ട്. അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ആരെ കൊണ്ട് പിടിക്കാൻ സാധിക്കത്തില്ല എന്നിന് അവന് എല്ലാരും കൂട്ടി ഒരു മാസ്റ്റർ പ്ലാൻ ചെയ്യും. അങ്ങനെ അത് ഫോളോ ചെയ്യാൻ വേണ്ടി ഇവരെല്ലാം തുണിയും കൊണ്ട് ഫേസ് മറിച്ച് ആ ജപ്പാൻകാരെ അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് പോയി അകത്തേക്ക് ഒരു സ്മോക്ക് വാരി എറിയും. അങ്ങനെ അത് ശ്വസിച്ച് അവരെല്ലാരും കൂടെ ഇങ്ങനെ സ്പീഡ് ചൊറിയാൻ തുടങ്ങും. ഇതൊക്കെ പുറത്തിരുന്നാണ്ട് ഇവരെല്ലാം ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് വീണ്ടും ആ ജപ്പാൻകാരെ ശല്യപ്പെടുത്താൻ വേണ്ടി കുടിക്കുന്ന വെള്ളത്തിനകത്തും മിൽക്കിനകത്തും എല്ലാം ലൂസ് മോഷൻ ആവുള്ള മരുന്നൊക്കെ മിക്സ് ചെയ്തിടും. എന്നിന് അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ ഈ എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റിൽ പറയുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.